മൂലമറ്റത്തു നിന്നും ചേർപ്പുങ്കൽ മാർസലോ മെഡിസിറ്റിയിലേക്ക് KSRTC ബസ് സർവീസ് ആരംഭിച്ചു. പാലായിൽ നിന്നും സർവീസ് ആരംഭിച്ച ബസ്സിൽ മാണി സി കാപ്പൻ MLA യാത്രക്കാരോടൊപ്പം മാർസലോ മെഡിസിറ്റിയിലെത്തിയപ്പോൾ ആശുപത്രി മാനേജിംഗ് ഡയറക്ടർ മോൺസിഞ്ഞർ ഡോക്ടർ ജോസഫ് കണിയോടിക്കൽ മാണി സി കാപ്പനെ പൊന്നാട അണിയിച്ച് സ്വീകരിച്ചു. മാണി സി കാപ്പൻ MLA ഉദ്ഘാടനം ചെയ്തു. മധ്യകേരളത്തിലെ പ്രമുഖ ചികിത്സാ കേന്ദ്രമായ മാർസലോ മെഡിസിറ്റിയിലേക്ക് മലയോര മേഖലയിൽ നിന്നുള്ളവർക്ക് എത്താൻ പുതിയ ബസ് സർവീസ് ഏറെ ഉപകാരപ്പെടുമെന്നും കട്ടപ്പനയിൽ നിന്നും കുമളിയിൽ നിന്നും സർവീസുകൾ ആരംഭിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ദീർഘകാലമായി ആന്റണി രാജ്യമന്ത്രിയായിരിക്കുമ്പോഴും പലവട്ടം ഞാൻ പറഞ്ഞു, അത് ചെയ്തില്ല. ഭരണത്തിനിരിക്കുന്നതിനെങ്കിൽ വലിയ ബുദ്ധിമുട്ടില്ലല്ലോ. ഇപ്പം ഗണേശൻ മന്ത്രിയായി വന്നപ്പോൾ ഗണേശനായിട്ടുള്ള സൗഹൃദം, സിനിമയിലുള്ള ബന്ധം, ഞാൻ 3 കാര്യം ആവശ്യപ്പെട്ടു. 1, മൂലമറ്റത്തു നിന്നൊരു വണ്ടി ഇതിലെ വരണം. 2, കട്ടപ്പനയിൽ നിന്നൊരു വണ്ടി വേണം. കുമളിയിൽ നിന്നൊരു വണ്ടി വേണം. ആ റീറൂട്ട് ചെയ്ത് ആ വണ്ടി വിടാമെന്ന് താമസിച്ചിട്ടുണ്ട്. ഏറ്റവും അദ്ദേഹം ആ കാര്യം പറഞ്ഞിട്ടുണ്ട്. അത് താമസിയാതെ ആ വാഹനങ്ങളും കൂടി ഇവിടെ എത്തും. അത് ഇവിടെ വരുന്ന രോഗികൾക്കൊക്കെ ഒരാശ്രയം ആശ്വാസമാകും എന്ന കാര്യത്തിൽ സംശയമില്ല. ഈ KSRTC മന്ത്രി ഗണേഷ് കുമാറെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. ഇനിയുള്ള 2 വണ്ടികളോട് വന്നിരുമ്പോൾ കാര്യമായ അഭിനന്ദനം കൊടുക്കാം. സ്വീകരണ യോഗത്തിൽ ആശുപത്രി മാനേജിംഗ് ഡയറക്ടർ മോൺസിഞ്ഞർ ഡോക്ടർ ജോസഫ് കണിയോടിക്കൽ അധ്യക്ഷത വഹിച്ചു. ഫാദർ ഗർവാസിസ് ആനിത്തോട്ടത്തിൽ, ഫാദർ ജോസ് കീരഞ്ചിറ, ATO അശോക് കുമാർ, മാർട്ടിൻ കോലടി, സന്തോഷ് കാവുകാട്ട് എന്നിവർ പ്രസംഗിച്ചു. എല്ലാ ദിവസവും രാവിലെ 8:20 മൂലമറ്റത്തു നിന്നും മുട്ടം, നീലൂർ, കൊല്ലപ്പള്ളി, പാലാ വഴി മാർസലോ മെഡിസിറ്റിയിലേക്ക് ബസ് പുറപ്പെടും. 9 മുട്ടത്തും 9:50 പാലായിലും 10:10 മെഡിസിറ്റിയിലും ബസ് എത്തിച്ചേരും. തിരികെ 10:40 മെഡിസിറ്റിയിൽ നിന്നും പാലാ, മുട്ടം വഴി ബസ് തൊടുപുഴയിലേക്ക് പുറപ്പെടും. നിലവിൽ ഒരു സർവീസാണ് അനുവദിച്ചിരിക്കുന്നത്. CT രാജൻ, ജിമ്മി ജോസഫ്, KK ശാന്താറാം, മനോജ് ചീങ്കല്ലേൽ, MB കൃഷ്ണൻ നായർ, CB അഴയൻപറമ്പിൽ, പ്രശാന്ത് വള്ളിച്ചിറ എന്നിവർ മാണി സി കാപ്പനോടൊപ്പം ഉണ്ടായിരുന്നു.